സിനിമ, ഡയറക്ഷൻ, സ്ക്രിപ്റ്റിങ് ധനുഷ് അണ്ണനാണ്. ധനുഷ് അണ്ണന്റെ 50ാമത്തെ ചിത്രം. 50ാമത്തെ ചിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബഹു ഗംഭീരം, അതിമനോഹരമായിട്ടുള്ള മ്യൂസിക്കും അതുപോലെ തന്നെ നല്ലൊരു പാട്ടുണ്ട്. അതിപ്പോ റീൽസ് ഓടിക്കൊണ്ടിരിക്കണം. എ ആർ റഹ്മാന്റെ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. എ ആർ റഹ്മാന്റെ സംഗീതം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു 3 വരിയുണ്ട്. അതിപ്പം റീൽസ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതങ്ങനെ രോമം എണീറ്റ് നിൽക്കുകയാണ്. അതിനെങ്ങാടി ധനുഷിന് ഒപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ് സൂര്യ വില്ലൻ. എന്റെ അമ്മ കിടുക്കാച്ചി വില്ല, കിടുക്കാച്ചി വില്ല. അസുരന്റെ അസുരന്റെ റേഞ്ച്, അസുരൻ വേറെ ലെവല്, ഇതും വേറെ ലെവല് പടമാണ്. ധനുഷന്റെ 50ാമത്തെ പടമാണ്. പക്ഷെ ഒരേ കണക്ക് കട്ടയ്ക്ക് നിൽക്കുകയാണ്. കാര്യം നമ്മളെ കണ്ണ് നനയ്ക്കുന്ന സീൻസുകളുണ്ട് ആദ്യമേ തന്നെ, ലാസ്റ്റും അതുപോലെ തന്നെ ഇടയ്ക്ക് വെച്ച്. അതായത് സമ്മതിക്കണം അണ്ണന് ഈ ഇത്രയും സ്ക്രിപ്റ്റൊക്കെ അണ്ണന് എഴുതാൻ പറ്റിയ സമയം. ഡയറക്ഷനും ആക്ഷൻ എടുത്ത് പറയാനാണ്. സൂര്യ അടിപൊളിയാണ്. പിന്നെ അതിനൊപ്പം ആക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കാളിദാസൻ, ജയറാമിന്റെ മകൻ കാളിദാസന് ഇത്രയും പടം കണ്ടാൽ നല്ലൊരു ക്യാരക്ടർ കൊടുത്തത് ഈ ഒരു സിനിമയിലാണ്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ അപർണ ബാലമുരളി എല്ലാം കട്ടയ്ക്ക്. അതുപോലെ ധനുഷിന്റെ സഹോദരിയായിട്ട് അഭിനയിച്ച ആ പെണ്ണ് വേറെ ലെവല്. ഫൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഫൈറ്റ്. ആ പെണ്ണ് ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണ് തന്നെ നമ്മളെ ചങ്ക് തറ അണ്ണൻ വേറെ ലെവൽ. എന്റെ അമ്മ ആ പാട്ട് എനിക്ക് സത്യം പറയാൻ റീൽസ് എടുക്കാൻ വേണ്ടി ഇതാ കൊതിച്ച് നിൽക്കുകയാണ്. ധനുഷുണ്ട് റീൽസ് കഴിഞ്ഞാൽ വേറെ ലെവല്. പടം എങ്ങനെ ഉണ്ടാകും? ആരും ദിവസമാണ് പടം നല്ല പടം, കുഴപ്പമില്ല. അത്യാവശ്യം കണ്ടിരിക്കാം. ലാഗൊന്നുമില്ല, കണ്ടിരിക്കാം, കുഴപ്പമില്ല. ആക്ഷനൊക്കെ അടിപൊളിയാ. BGM കിട്ടില്ല, അടിപൊളിയാ, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് പടം. ധനുഷ് ചെയ്തേക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ല പടം. കാണാം കേട്ടോ, അടിപൊളിയാ. കഥയൊക്കെ അടിപൊളിയാ, കുഴപ്പമില്ല, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കഥയൊക്കെ നല്ലതാണ്. ഡയറക്ടർ വിഷനൊക്കെ അടിപൊളിയാട്ടോ, അടിപൊളി, നല്ല കഴിവുണ്ട്. ഡയറക്ടറൊക്കെ അടിപൊളിയാ, സൂപ്പറായിട്ടുണ്ട്. കൊള്ളാം, നല്ല പടം, നല്ല പടം. കൊള്ളാം. നല്ല പടം, കുഴപ്പമില്ല. ധനുഷ് അടിപൊളിയായി, എല്ലാവരും അടിപൊളിയായി. കുഴപ്പമില്ലായിരുന്നു, ജസ്റ്റ് വാച്ചബിൾ ആയിട്ട് തോന്നിയുള്ളൂ. ഡയറക്ഷൻ വൈസ് ഒന്നും അത്രയ്ക്ക് ഭയങ്കര നൈസ് ആയിട്ട് തോന്നുന്നില്ല. ജസ്റ്റ് ഒരു മൂവി. പെർഫോമൻസ് ധനുഷിന്റെ നോർമൽ നമ്മൾ ഈ ഒരു ടെംപ്ലേറ്റിലുള്ള മൂവീസിന് മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ, സെയിം കൈൻഡ് ഓഫ് തിങ് ആയിട്ട് തന്നെ തോന്നി. പിന്നെ ആക്ഷൻസ് അത്യാവശ്യം നല്ലതായിരുന്നു. കേട്ടില്ല, പ്രത്യേകിച്ച് അങ്ങനെ അത്രയും പെർഫെക്ഷൻ ഒന്നും തോന്നിയില്ല. ജസ്റ്റ് നമ്മൾ ഇതിനു മുമ്പ് ഇതേപോലത്തെ ടെംപ്ലേറ്റിലുള്ള സെയിം മൂവീസ് കണ്ടിട്ടുണ്ട്. ആ ഒരു സ്ലം ഏരിയ, അവിടുത്തെ ഒരു ഗാങ്സ്റ്റർ, അവരുടെ കുറെ പ്രോബ്ലം. അടിപൊളിയാണ്, എല്ലാവരും അടിപൊളിയാണ്. SG സൂര്യ, ധനുഷ്, പിന്നെ ധനുഷിന്റെ സിസ്റ്ററാണ് അഭിനയിച്ചാണ് മലയാളി, എല്ലാം അടിപൊളിയാണ്. എനിക്ക് ഫുള്ള് പടം ഇഷ്ടപ്പെട്ടു. ഞാൻ ധനുഷ് ഫാനാണ്. എനിക്ക് പടം ഫുള്ളായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു.